നമസ്കാരം. കേട്ടില്ലേ കിഞ്ചന വർത്തമാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇത് കിഞ്ചന വർത്തമാനമല്ല, ഇത് സത്യസന്ധമായ വർത്തമാനമാണ്. എന്താണ് സത്യസന്ധമായ വർത്തമാനം? നമ്മുടെ സാക്ഷാൽ കേരള ചക്രവർത്തി പിണറായി ദൈവത്തിൻ്റെ ഭാര്യ കമലയും അതേപോലെ മകൾ വീണയും തഞ്ചാവൂരിലെ ഒരു വൻ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി മാത്രമല്ല, അവിടെ ചില പൂജകളൊക്കെ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഒരു ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിയെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. കാരണം നേരത്തെ മറുനാടനിൽ ട്രോളുകളൊക്കെ ചെയ്തിരുന്ന ഒരു മിടുക്കിയായൊരു പെൺകുട്ടിയാണ്. ഈ അടുത്ത കാലത്ത് അവർ പല വാർത്തകളും കണ്ടെത്താറുണ്ട്. പലതും വളരെ സമൂഹത്തിൽ ചലനമുണ്ടാക്കുന്ന വാർത്തകളാണ്. ഇന്ന് കേരളത്തെ ഏറ്റവും അധികം ചലനമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ പിണറായി ദൈവത്തിൻ്റെ ഭാര്യ, പിണുങ്ങാണ്ടി ദൈവം എന്നാണ് ഞാൻ പറയാറുള്ളത്, പിണുങ്ങാണ്ടി ദൈവത്തിൻ്റെ ഭാര്യ കമല ചേച്ചിയും പിന്നെയോ നമ്മുടെ കാട്ടുകള്ളി കൊള്ളക്കാരി എന്നൊക്കെ ഇപ്പം നാട്ടുകാർ വിളിക്കുന്ന നമ്മുടെ വീണ വിജയനും പിന്നെ സംഘാംഗങ്ങളും പോലീസും പിന്നെ സഖാക്കളെല്ലാം കൂടി ആയിട്ട് വിശ്വസ്തരായാലും കൂടെ തഞ്ചാവൂരിലെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്ത് കിടക്കുന്ന ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? എന്തായാലും മിടുക്കിയായ ആ പെൺകുട്ടിയെ നമ്മൾക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും വളരെ തന്ത്രപരമായിട്ട് ക്യാമറയിൽ പകർത്തുകയും കേരളത്തെ തന്നെ ഇളക്കി മറിക്കാൻ, നാളെ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ പ്രസംഗിക്കാൻ സാധ്യതയുള്ള, മുക്കിലും മൂലയിലും പ്രസംഗിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ കുട്ടി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റാർക്കും കഴിയാത്ത ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്ന തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ 100% അഭിനന്ദിക്കേണ്ടതുണ്ട്. എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഒരു യാത്രയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ റീചാർജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ യാത്രകൾ നടത്താറുണ്ട്. അധികം ദൂരത്തേക്കൊന്നും പോകാറില്ല. കൂടുതലും തമിഴ്നാട് എന്ന സ്റ്റേറ്റ് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അവിടെ ഞാൻ ആവർത്തിച്ച് ചെന്നിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. പെരിയ കോയിൽ, ബിഗ് ടെമ്പിൾ എന്നൊക്കെയാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. അവിടെ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള വലിയൊരു നിർമ്മിതി എന്നുള്ള രീതിയിൽ മറ്റെവിടെയും ലോകത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മഹാത്ഭുതം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, ഒരുപാട് പേർക്ക് തോന്നിയിട്ടുള്ള, അതൊരു സത്യവുമാണ്. ഒരു ക്ഷേത്രമാണത്, ഒരു നിർമ്മിതിയാണത്. ഇപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും അവിടെ എത്താറുണ്ട്, അതൊക്കെ കണ്ടുപോകാറുണ്ട്. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടല്ല അവിടെ സന്ദർശകർ എത്തുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. അവിടെ ചെന്ന് ഞാൻ കേട്ടല്ലോ. അതായത് തഞ്ചാവൂരുള്ള പ്രമുഖമായ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രശസ്തമായ ടെമ്പിളാണ്. അവിടുത്തെ ശില്പകല കൊണ്ടും അതേപോലെ അവിടെ ഉണ്ടാക്കിയ രീതി കൊണ്ട് എത്ര ഉയരത്തിലാണ് അറിയുമോ അതൊക്കെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒറ്റ കല്ലിലൊക്കെയാണ് വാർത്തിരിക്കുന്നത് എന്നാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇത് നോക്കി നിന്ന് പോകും, അത്രയും ഭംഗിയാണ്. ശില്പകല എത്രമാത്രം ഭംഗിയുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അമ്പലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിലർക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ലെങ്കിലും ആ അമ്പലങ്ങളുടെ പിന്നെ ഇതുണ്ടല്ലോ, നിർമ്മാണം അതിഗംഭീരമാണ്. അന്നത്തെ കാലത്ത് പോലും ശില്പം എത്രമാത്രം ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അമ്പലങ്ങളെല്ലാം. ചരിത്ര സ്മാരകങ്ങളായി എല്ലാ കാലത്തും സൂക്ഷിക്കേണ്ടതാണ് ഈ അമ്പലങ്ങളെല്ലാം. ആ അമ്പലം എന്ന് പറയുന്ന പേരുകെട്ട മറ്റൊരു കാര്യമുണ്ട്. അവിടെ ശത്രു സംഹാരം, നിഗ്രഹിക്കാം, അതിനൊക്കെ ചില പൂജകൾ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ള അതാണ് നമ്മൾക്ക് പുറത്തു വന്ന വിവരം. എന്തായാലും ഈ പെൺകുട്ടി സീത എന്നാണ് ഈ പെൺകുട്ടിയുടെ പേരെന്ന് ഞാൻ കരുതുന്നു. സീതാലിസം എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. ആ ചാനലിനോട് നമ്മൾ കടപ്പാട് പറയേണ്ടതുണ്ട്. എല്ലാവരും മലയാളികളും കടപ്പാട് പറയേണ്ടതുണ്ട്. അത്രയും തൻ്റെ അടുത്തോട് കൂടിയിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സാക്ഷാൽ നമ്മുടെ മാഫിയ തലവൻ്റെ ഭാര്യയും മകളെയും കുറിച്ചിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള ആ വാർത്ത നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ജീവൻ തന്നെ അപകടത്തിലാക്കി കളയും. എന്തായാലും നമ്മൾ ആദ്യ രംഗങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഈ അമ്പലത്തെക്കുറിച്ചാണ്.
അടുത്ത രംഗത്തേക്ക് കടക്കാം. ഞാൻ എൻ്റെ കുറെ ചിത്രങ്ങൾ എടുപ്പിച്ചു, ഞാൻ അവിടുത്തെ കുറെ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അങ്ങനെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ കണ്ണിലുടക്കി. പെട്ടെന്നൊരാശങ്ക, അത് താനല്ലയോ ഇത് എന്ന്. ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. ഞാൻ ഇവരെ കാണുന്നത്, ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോ വാർത്തകളുടെ ഒരു ചെറിയ അപ്ഡേഷൻ ഞാൻ നടത്തിയിരുന്നു. വീണ വിജയനെതിരായിട്ട് SFIO ചാർജ് ചെയ്ത കാര്യങ്ങളും പലതരത്തിൽ ചാർജസ് വന്നു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതറിഞ്ഞു. ഡൽഹി ഹൈക്കോടതി CMRLന്റെ അപേക്ഷ, SFIOയുടെ അന്വേഷണം നിർത്തിവെക്കുന്നത്, സ്റ്റേ ചെയ്യണം എന്നുള്ള ആ ഒരു അതായത് ഇവരെ സ്വന്തം ദൃശ്യങ്ങളൊക്കെ അമ്പലത്തിൽ പോയി പകർത്തി അത് അവരുടെ ചാനലിലേക്കോ അല്ലാതെയോ ഒക്കെ വിവരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ആയിരിക്കാം. അവരൊരു ഹോബിയാണത്, അവർക്ക് രസമായുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് സ്റ്റെക്കായി നോക്കുമ്പോൾ ആരാ? നമ്മുടെ കഥാപാത്രങ്ങളാണ്. 2 പേരുണ്ട്. ഒരു കഥാപാത്രം ഒരാൾ മാത്രമല്ല, നായിക മാത്രമല്ല, അല്ലെങ്കിൽ വില്ലത്തി മാത്രമല്ല, 2 പേരുണ്ട്. കേരളത്തിലെ നമ്പർ 1 ഫ്രോഡുകളായ 2 പേർ. കാരണം SFIO അന്വേഷണത്തിൽ പ്രതിയാണെന്ന് കൃത്യമായി രേഖാമൂലം കൊടുത്തിട്ടുള്ള വീണ വിജയൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയും, പിന്നെ അവരുടെ അമ്മ മുമ്പ് പല സുൽത്താൻമാർക്കും അവരെ കാണാൻ വേണ്ടി വഴിയൊരുക്കണമെങ്കിൽ സ്വപ്നയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ള നമ്മുടെ കമലയും, സ്വന്തം മോൾക്ക് വേണ്ടി കച്ചവടം വിദേശത്ത് ഷാർജയിലടക്കം തുടങ്ങാൻ വേണ്ടിയിട്ട് ഷാർജ സുൽത്താൻ വന്നപ്പം വീട്ടിലേക്ക് കൊണ്ടുപോയ കമലയും. അല്ല, കമല എന്ന് പറയുന്ന വേറൊരു ചരിത്രമുണ്ട്. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ചരിത്രം ഞാനാണ് പുറത്ത് കൊണ്ടുവന്നത്. അതിന് തെളിവെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. 75 കോടി രൂപ ഈ പറയുന്ന ലാവലിംഗ് കമ്പനി അവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ രേഖ അടക്കമാണ് എൻ്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മോളുടെ, വില്ലത്തി മോളുടെ, വീണ മോളുടെ ഭർത്താവായ റിയാസ് തട്ടിക്കൊണ്ടുപോയത് ക്രൈമിൻ്റെ ഓഫീസിൽ ഗുണ്ട 19 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ശബരിമലയിലും അതേപോലെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളെ, എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ കയറ്റാൻ വേണ്ടി സമരം നടത്തിയിട്ടുള്ള ഇവർ, അല്ലെങ്കിൽ അവർ ദൈവത്തിനെതിരാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഇവർ ഇങ്ങനെ അമ്പലങ്ങളിൽ കയറി ഇറങ്ങുകയാണ്. ശരിക്കും നോക്കി നോക്കൂ, അവരോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കൂ. അവർ ചിത്രം അമ്പലത്തിന് മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു ചിത്രം, ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് കോപ്പിറൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല. എന്താണ് നമ്മുടെ പിണറായി വിജയൻ്റെ മകളും ഭാര്യയും കൂടി നടക്കുന്ന തട്ടിപ്പുകൾ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇവർ മുമ്പ് ഒരു പണിക്കരെ കൊണ്ട്, എവിടെയുള്ള പണിക്കരെ കൊണ്ട്, പയ്യന്നൂരുള്ള ഒരു പണിക്കരെ കൊണ്ട് ഒരു കൃത്യമായി ജ്യോത്സ്യം നോക്കി. 2016 അധികാരമേറ്റപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ റെഡിയായിരുന്നു. 2016 2021. എന്നാൽ ഡേറ്റ് മാറ്റി, മറ്റൊരു ദിവസത്തെയും മാറ്റി. എന്താ കാരണം? 2 ദിവസം മാറ്റാം. ആ ദിവസത്തിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങൾ വരും. ആ ദോഷങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മാത്രമേ മറ്റൊരു ഡേറ്റിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല, പ്രേതങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഈ ജ്യോത്സ്യനെ കൊണ്ടുവന്ന് പ്രേത നിഗ്രഹം, സംഹാരം നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് കറുത്ത കാറാക്കി എന്നുള്ള കാര്യം ഞാൻ പുറത്തു വന്നിരുന്നു. ഈ വീട്ടിനുള്ളിൽ പലതരത്തിലുള്ള പൂജകൾ, അതായത് ക്ലിഫ് ഹൗസിൽ പല പൂജകൾ നടത്തിയതിൻ്റെ തെളിവും പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പം അതെല്ലാം സത്യമാണെന്ന് കൃത്യമായി നമ്മുടെ കമല ചേച്ചിയും പിന്നെ വീണ മോളും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുകയെന്ന് പറഞ്ഞാൽ ഇത് മതിയല്ലോ പറയുന്നത്, ബാക്കി നമ്മൾ പറഞ്ഞോളൂല്ലോ. അതായത് വീണ വിജയനും കമല വിജയനും, വീണ വിജയൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പേരാണ്. വീണ വിജയൻ എന്ന ഭർത്താവിൻ്റെ പേരല്ല, അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് പ്രശസ്തനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ മാഫിയ തലവനാകുമ്പോൾ അതിൻ്റെ അത്ര ഗുണം വേറെ ഏതുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? നമ്മളെ പിണറായി സഖാവാണ്. സഖാവല്ല, മുതലാളി. പിണറായി മുതലാളിയല്ല, പിണുങ്ങാണ്ടി ദൈവം. ആ പിണുങ്ങാണ്ടി ദൈവത്തിൻ്റെ പേരാണ് കമല ചേച്ചിയുടെയും. കമലാ വിജയൻ എന്നാണ് കമല ചേച്ചി പറയുക. വീണ വിജയൻ എന്ന്, റിയാസ് എന്ന് പറയാറില്ല, വീണ വിജയൻ എന്ന് പറയാം. അപ്പോൾ ഇവർ 2 പേരും കൂടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യമാണ് നമ്മളെ സീത പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്താണ് സീത പറയുന്നത് നമുക്ക് നോക്കാം.
മാറലിന്റെ അപേക്ഷ SFIOയുടെ അന്വേഷണം നിർത്തിവെക്കുന്നത്, സ്റ്റേ ചെയ്യണം എന്നുള്ള ആ ഒരു പരാതിയൊക്കെ നിരസിച്ചു. ഈ വാർത്തകളൊക്കെ അറിഞ്ഞു. അതിന്റെ കൂടെ തന്നെ 2.7 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ്, അതായത് CMRL ഈ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് ഒരു സർവീസും നടത്താതെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ആ കേസിൽ വീണ വിജയൻ തെറ്റുകാരിയാണ് എന്നത് ഉറപ്പിച്ച ദിവസമാണ് ഏപ്രിൽ 3. അപ്പൊ ഏപ്രിൽ 4-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ ഇവരെ ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത്. ആദ്യം വിചാരിച്ചത് ഈ മധുരയിൽ ഇവരുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുകയല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഏതായാലും അറിയാം, അവരിനി തമിഴ്നാട് മുഴുവൻ കറങ്ങി കണ്ടിട്ടേ തിരികെ വരികയുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് നല്ല ഒരു ചരിത്ര സ്മാരകം എന്നുള്ള രീതിയിൽ അവിടെ ഒന്ന് കണ്ടിട്ട് പോകാനായിരിക്കും വന്നത് എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇറങ്ങി വരുന്നത് നമ്മൾ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുണ്ടല്ലോ, ശ്രീകോവിൽ എന്ന് നമ്മൾ പറയില്ലേ, അവിടെയാണ് ചെന്ന് തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടം. അല്ലാത്തവരെല്ലാം പുറമെ നടന്നെല്ലാം ചുറ്റി കണ്ടിട്ട് അങ്ങ് പോവുകയാണ് പതിവ്. വിശ്വാസികളല്ലാത്തവരും അഹിന്ദുക്കളും ഒക്കെ അങ്ങനെ പോവുകയാണ് പതിവ്. ഇവരകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അത് മാത്രമല്ല, നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരുടെ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനുണ്ട്. കേട്ടല്ലോ, അവിടെ ആ അമ്പലത്തിൽ ധാരാളം ആളുകൾ, ജാതി മതമേനിയ ധാരാളം ആളുകൾ വരും. പക്ഷേ വിശ്വാസികൾ മാത്രമേ ശ്രീകോവിലിൽ പോവുള്ളൂ. ആ ശ്രീകോവിലിൽ പോയി പ്രാർത്ഥിച്ച് പൂജ നടത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? നെറ്റിയിൽ കുറിയുണ്ട്, ചന്ദനക്കുറിയുണ്ട്. കൂടെ ആരാ ഉള്ളത്? വീണ വിജയൻ്റെ വീണക്കുട്ടിയുടെ നമ്മുടെ കമല ചേച്ചിയുണ്ട്. പിന്നെയോ കുറേ സഖാത്തികളും, പിന്നെയോ പോലീസുകാർ. കാരണം തമിഴ്നാട്ടിൽ ഇവരെ മുഖ്യമന്ത്രിൻ്റെ മകളല്ലേ വന്നിരിക്കുന്നത്. അപ്പം പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത രംഗങ്ങൾ കാണാം. എന്തിനാ വന്നതെന്നറിയാമോ? പറയുന്നുണ്ട്, SFIO അന്വേഷണത്തിൽ നമ്മളെ വീണ വിജയൻ പ്രതിയാണെന്ന് വാർത്ത പുറത്തു വന്ന് അവിടെ ഡൽഹിയിൽ നിന്നൊക്കെ സ്റ്റേ ഒക്കെ ചെക്കൗട്ട് ചെയ്ത് വെക്കേറ്റ് ചെയ്ത് മടങ്ങി ഇവിടേക്ക് കേരളത്തിൽ അവർ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുന്ന വാർത്ത കത്തിപ്പടർന്ന് വരുന്ന സമയത്താണ് ഇവരവിടേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. കുറച്ച് സഖാക്കളൊക്കെ കൂടെയുണ്ട്. എസ്കോർട്ടിന് 2 തമിഴ്നാട് പോലീസുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അതിനുശേഷം അവരവിടൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് പോകുന്നത് കണ്ടു. ഇതിപ്പോൾ നമുക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയത് കൊണ്ട് അത് നിങ്ങളുമായിട്ട് കൂടി അതൊന്ന് പങ്കുവെച്ചേക്കാം എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ പകർത്തിയത്. അപ്പോൾ CMRLന്റെ പെറ്റീഷൻ ഡൽഹി ഹൈക്കോടതി തള്ളി. ഇവർ കുറ്റക്കാരിയാണ് എന്ന് ഉറപ്പിച്ചു. ഇവരുടെ സാമ്പത്തിക തട്ടിപ്പൊക്കെ പുറത്തു വന്നു. SFIO ലിസ്റ്റ് ചെയ്ത ആ സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീണ വിജയനുണ്ട് എന്ന് രേഖാമൂല മാധ്യമങ്ങളൊക്കെ വരെ പുറത്തുവിട്ടു. അതിന് പിന്നാലെയാണിത്. അപ്പോ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ശത്രുസംഹാര പൂജയൊന്നും ഈ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നില്ല. അപ്പോ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാനാവും വന്നത്. എന്താണെങ്കിലും അതിനുശേഷം ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ വളരെ ഉല്ലാസവതിയായിട്ടാണ് കാണപ്പെട്ടത്. അവിടെ ഒക്കെ അടിച്ച് കറങ്ങി ചുറ്റി നടന്ന് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് ആർത്തുല്ലസിച്ചൊക്കെ പോകുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവർക്കെതിരെ ഓരോരോ കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഇവർക്കെതിരായിട്ട് വിധി വരുമ്പോൾ പോലും ഇവരെ ഒന്നും അവരുടെ മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഹ്ലാദത്തിനോ ഒരു കുറവും വരുന്നതായിട്ട് കാണാറേയില്ല. ഈ പല മന്ത്രിമാരുടെയും മന്ത്രി മക്കളുടെയും ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവർക്കൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഇവരൊക്കെ ഏതറ്റത്ത് ചെന്നാലും അവരൊക്കെ തലയൂരി പോകും. ഇതൊന്നും അവരുടെ ജീവിതത്തെ, നിത്യജീവിതത്തെയോ ഭാവിയെയോ ഒന്നും ബാധിക്കില്ല എന്ന ഒരു വലിയ ഉറപ്പ് അവർക്കുണ്ട്. ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് ആ ദിവസമായിട്ട് പോലും അവരുടെ മുഖത്ത്. സീത പറഞ്ഞൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? വീണ വിജയനും അതേപോലെ കമല ചേച്ചിക്കും യാതൊരു ടെൻഷനും ഇല്ല. കാരണം അവർക്ക് ഈ കേസൊക്കെ പുത്തരിയാണ്. കേസ് ഇതെങ്ങനെ അട്ടിമറിക്കാം എന്ന് നേരത്തെ ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് അച്ഛൻ കക്കാൻ പഠിപ്പിക്കുന്നത്. കക്കാൻ പഠിപ്പിക്കാൻ മാത്രം നിൽക്കാനും പഠിപ്പിക്കും. അപ്പം നിൽക്കാൻ പഠിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മോഷ്ടിക്കുന്നതെങ്കിൽ, അതേപോലെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന പോലെ തെളിവോട് കൂടിയിട്ട് നമ്മളെ വീണ മോളെ പിടികൂടിയപ്പോൾ, SFIO അന്വേഷണത്തിൽ ഷോൺ ജോർജ് കുടുക്കിയപ്പോൾ അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം അവർക്കറിയാം ഇത് നാളെ ഹൈക്കോടതിയിൽ പോയിട്ടോ ചില ജഡ്ജിമാരെ വിലയ്ക്ക് വാങ്ങിയിട്ടോ അല്ലാതെയോ അവർക്ക് കേസ് അട്ടിമറിക്കാൻ നന്നായിട്ടറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചിരിച്ച് ഉല്ലസിച്ച് സെൽഫി എടുത്ത് അടിച്ച് പൊളിച്ച് നടക്കുന്നത്.
കാരണം ഇവരെടുത്ത് കോടാനുകോടി രൂപയുണ്ട്. എറിഞ്ഞാൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുണ്ടോ എന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയെല്ലാം കയ്യിലെടുത്ത് അത് ജുഡീഷ്യറിയിലുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളത് പിണറായി വിജയൻ്റെ കേസിലൂടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയിൽ പോലും പൈസ കൊടുത്താൽ വാങ്ങാവുന്ന ജഡ്ജിമാരുണ്ടെന്നുള്ളത് ഞാൻ പഠിച്ചത് എവിടുന്ന് അറിയോ? ഈ പറയുന്ന പിണറായി വിജയനായിട്ടുള്ള എൻ്റെ ഫൈറ്റിലാണ്. അത് എന്നോട് ആരാ പറഞ്ഞതെന്ന് അറിയാമോ? പിണറായി വിജയൻ്റെ വലങ്കയും ഹൃദയ സൂക്ഷിപ്പുകാരനും എല്ലാമായിരുന്ന MK ദാമോദരനാണ്. MK ദാമോദരൻ എന്നോട് അവസാനം കണ്ടമിടറിക്കൊണ്ടാണ് പറഞ്ഞത്, നന്ദകുമാർ പറഞ്ഞെല്ലാം ശരിയാണ്. ഈ ജഡ്ജിന് തിരുവനന്തപുരത്തെ ജഡ്ജി R രഘുവിന് 5 കോടി കൊടുത്തിട്ടുണ്ട്, എറണാകുളത്തെ ജഡ്ജിന് 25 കോടി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡൽഹിയിലെ ജഡ്ജിന് വേറെയും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സീത പറഞ്ഞിരിക്കുന്നത്. ഇവർക്കൊന്നും ഒരു മണ്ണാങ്കട്ടയുമില്ല. കാരണം ഇവരുടെ ദോസ്തുകളാണ് BJPയും അതേപോലെ ഡൽഹിയിൽ ചെന്ന കോൺഗ്രസ് ഭരണകാലത്താണ് പിണറായി വിജയൻ പ്രതിയായിട്ടുള്ളത്. കോൺഗ്രസ് ഭരണകാലത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത്. പിന്നീട് BJP ഭരണകാലത്താണ് പ്രോസിക്യൂട്ടറെയൊക്കെ മാറ്റി ഇവർക്ക് പറ്റുന്ന പ്രോസിക്യൂട്ടറെ വെച്ച് കൃത്യമായി ജഡ്ജിന് പൈസ കൊടുത്തിട്ട് കേസെല്ലാം അട്ടിമറിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ 8 വർഷമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാവല്ലോ. അതുകൊണ്ട് SFI അന്വേഷണം വന്നാലും മറ്റേ അന്വേഷണം വന്നാലും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. ഷോൺ ജോർജ് നമ്മൾ ചത്ത് പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവർക്ക് അനുകൂലമായിട്ടുള്ള പണം അവരെടുത്തുണ്ട്. അതോടൊപ്പം എന്തുണ്ട്, എല്ലാ സ്വാധീനവുമുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദോസ്തുകളാണ്. പരസ്പരം കേസുകൾ അട്ടിമറിക്കുന്ന ആൾക്കാരാണ്. BJP നേതാക്കന്മാരുടെ ഇവിടുത്തെ കേസുകൾ അട്ടിമറിക്കുന്ന ഒരാളാണ് ആര്? നമ്മളെ പിണറായി. പരസ്പരം തിരിച്ചോ ഇങ്ങോട്ട് BJP നേതാക്കന്മാരുടെ കേസ് അട്ടിമറിക്കുന്ന ആൾക്കാരാണ് ആര്? പിണറായി. അങ്ങനെ ദോസ്തുക്കളെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ 100% സത്യമാണെന്ന് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ നേരിട്ടുള്ള ജീവിതാനുഭവമാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. നന്ദി, നമസ്കാരം.